ഏറെ ഞെട്ടലോടുകൂടിയും ഭയത്തോടുകൂടിയും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന തരത്തിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയമായിരുന്നു ഇലന്തൂർ ഇരട്ട നരബലി, അല്ലേ? പുറം ലോകം അറിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷം പിന്നിടുകയാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെന്ന അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സമാനതകളില്ലാത്ത കൊലപാതകങ്ങൾ നടന്നത്. ഓർമ്മകൾ പോലും ഭീതി വിതയ്ക്കും. എല്ലാത്തിനും വേദിയായ ഇലന്തൂർ കടകംപള്ളി വീട്. ജീവനോടെ 2 പേരെ ശരീരഭാഗങ്ങൾ അറുത്തറുത്ത് കൊലപ്പെടുത്തിയത് ഇവിടെയാണ്. ധർമ്മഗിരി സ്വദേശിനി കടബന്തറയിൽ വാടകയ്ക്ക് താമസിച്ചു വന്ന പത്മ, കാലടിയിൽ ലോട്ടറി വിൽപ്പനക്കാരിയായിരുന്ന റോസലിൻ. സംഭവം പുറത്തറിയുന്നതിന് 1 മാസം മുൻപായിരുന്നു പത്മയുടെ കൊലപാതകം. അതിനും 3 മാസങ്ങൾക്ക് മുൻപേ റോസലിനെ കൊലപ്പെടുത്തിയിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും കാര്യമായ ബന്ധുബലം ഇല്ലാത്തവരെയും തിരിഞ്ഞു കണ്ടെത്തുകയായിരുന്നു പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് ഷാഫി. റോസലിനെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയിലായിരുന്നു പോലീസ് അന്വേഷണം. ഇത് ഷാഫിയും റോസലിനുമായി തുടർച്ചയായി സംസാരിച്ചതായുള്ള സൈബർ സെൽ കണ്ടെത്തലിലെത്തി. അങ്ങനെയാണ് മുഹമ്മദ് ഷാഫി കസ്റ്റഡിയിലാകുന്നത്. ചോദ്യം ചെയ്യലിൽ നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. തുടർന്ന് എറണാകുളത്തു നിന്നുള്ള പോലീസ് സംഘം ഭഗവത് സിംഗിനെയും ലൈലയെയും കസ്റ്റഡിയിലെടുത്തു. പണത്തിനു പുറമെ ക്രൂരതയിലൂടെ ആനന്ദം കണ്ടെത്തുകൂടിയായിരുന്നു 1-ാം പ്രതി മുഹമ്മദ് ഷാഫി. അവരുടെ കൈയും കാലും ബന്ധിച്ച് അവരുടെ അനുവാദത്തോടെയാണ്. പിന്നെ വായിൽ തുണിയും കൂടി കയറ്റി കഴിയുമ്പോൾ പിന്നെ പ്ലാസ്റ്റർ ഒട്ടിച്ച് പിന്നെ ഒരിക്കലും നമ്മൾ കേൾക്കാൻ വഴിയില്ല. തൊട്ടടുത്ത് നിന്നാൽ പോലും നമ്മൾ കേൾക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കേൾക്കും. അങ്ങനെ ഒരു ചെറിയൊരു സൗണ്ടെങ്കിലും കേട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിയുകയും ചെയ്യും. നമ്മൾ ഇടപെടുക അതിനകത്ത്. മാറിടം, കരളടക്കം ശരീരഭാഗങ്ങൾ എന്നിവ ഫ്രീസറിൽ സൂക്ഷിച്ചു. തുടർന്ന് ചിലതെല്ലാം പാകം ചെയ്തു കഴിച്ചു. അടുക്കളയോട് ചേർന്ന മുറി പോസ്റ്റ്മോർട്ടം ടേബിളിന് സമാനമായിരുന്നു. പുറത്തു വന്ന വിവരങ്ങൾ അത്രയും മനസാക്ഷിയെ മരവിപ്പിച്ചു. അതിനാൽ തന്നെ ക്രൂരതയ്ക്ക് വേദിയായ ഈ വീട് ഇന്നും ഒരു കാഴ്ചവസ്തുവാണ്. സത്യത്തിൽ ഒരു ഞടുക്കം തന്നെയായിരുന്നു സംഭവത്തെക്കുറിച്ച്. ഭഗത് സിംഗിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഭഗത് സിംഗ് എന്ന് പറഞ്ഞ വ്യക്തിയോട് ഇപ്പോഴും സംഭവം കഴിഞ്ഞിട്ട് പോലും എനിക്ക് പുള്ളിയെക്കുറിച്ചുള്ള ഒരു ധാരണ, ഈ സംഭവം ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ അങ്ങനെ ഒരു മോശമായ ധാരണ വ്യക്തി എന്നുള്ള രീതിയിൽ ഇല്ല, പഴയ ധാരണ. കാരണം അതുപോലെ അറിവും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു മനുഷ്യനായിരുന്നു. ആയുധങ്ങൾ, മാംസം പാകം ചെയ്യാൻ ഉപയോഗിച്ച പാത്രം, കവർന്നെടുത്ത ആഭരണങ്ങൾ, CCTV ദൃശ്യങ്ങൾ എന്നിവയ്ക്ക് പുറമെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും കേസിന് ബലം പകരുന്നു. കൊലപാതകം, ബലാത്സംഗം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ, മോഷണം, മൃതശരീരത്തോടുള്ള അനാദരവ് എന്നിവയ്ക്കെതിരായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. കുറ്റാന്വേഷണത്തിൽ കേരള പോലീസ് പുതിയ ചരിത്രം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു. സംഭവങ്ങളുടെ ചുരുളഴിച്ച് പ്രതികൾ 3 പിടിയിലായ ശേഷമാണ് വിവരങ്ങൾ പുറം ലോകമറിയുന്നത്. വർഷം 3 പിന്നിടുമ്പോൾ പ്രതികൾ മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ലൈല എന്നിവർ വിചാരണ കാത്ത് ജയിലിൽ കഴിയുകയാണ്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.